പണത്തിന് മീതെ പരുന്തും പറക്കില്ല എന്ന് വിശ്വസിക്കുന്നവരിൽ ഏറെ പ്രധാനിയാണ് മുൻ നിലമ്പൂർ എംഎൽഎയും ഇപ്പോൾ തൃണമൂൽ കോൺഗ്രസിന്റെ കേരളത്തിൽ നിന്നുമുള്ള നേതാവുമായ PV അൻവർ. പാരമ്പര്യമായി തന്നെ സമ്പന്ന കുടുംബാംഗമായ PV അൻവറിന്റെ ആ കുടുംബ പശ്ചാത്തലം മുതുമുത്തച്ഛന്മാർ മുതൽ ഒരു കോൺഗ്രസ് കുടുംബാംഗങ്ങളായിരുന്നുവെങ്കിലും പിന്നീടങ്ങോട്ട് അൻവറിന്റെ തലമുറകളിലേക്ക് എത്തിയപ്പോൾ കൂടുതൽ ശ്രദ്ധ വലിയ വലിയ ബിസിനസ്സും അധികൃത വ്യവസായ രംഗത്തേക്കും കടക്കുകയായിരുന്നവർ. പണം മാത്രമാണ് ഏതിൻ്റെയും അടിസ്ഥാന ബിന്ദു എന്ന ആ ആശയത്തിൽ തന്നെ വിശ്വസിച്ച് മുന്നോട്ട് പോയ അൻവർ പണം കൊടുത്തു തന്നെ മലപ്പുറത്തെ പ്രധാനപ്പെട്ട രാഷ്ട്രീയ പാർട്ടികളെയെല്ലാം അങ്ങനെ വിലക്കെടുത്ത് തന്നെയായിരുന്നു തൻ്റെ ആ കോറി പോലുള്ള ബിസിനസ് രംഗം കൊഴുപ്പിച്ചത്. എന്നാൽ മലപ്പുറം ജില്ല തന്നെ തങ്ങളുടെ സ്വന്തമെന്ന് വിശ്വസിക്കുന്ന മുസ്ലിം ലീഗിനെ പലപ്പോഴും തൃപ്തിപ്പെടുത്തുവാൻ അൻവറിന് സാധിക്കാതെ വന്നതിനാൽ അൻവർ പാണക്കാട് കുടുംബത്തിൻ്റെ അടക്കം കണ്ണിലെ കരടായി മാറിയിരുന്നു. അതുകൊണ്ട് തന്നെ പാണക്കാടിന് മുന്നിലോ അല്ലെങ്കിൽ ലീഗിൻ്റെ പ്രമുഖനായിട്ടുള്ള കുഞ്ഞാലിക്കുട്ടിയുടെക്ക് മുന്നിലോ അങ്ങനെ മുട്ടുമടക്കുവാൻ അൻവർ തയ്യാറായിരുന്നുമില്ല. അങ്ങനെ അൻവറും അൻവറിൻ്റെ കുടുംബവുമായും ലീഗിനുണ്ടായ നീരസം കൂടി വരുന്നതിനിടയിലാണ് സ്വന്തം നിലനിൽപ്പിനും തൻ്റെ ബിസിനസ്സുകളുടെ ആ നിലനിൽപ്പിനൊക്കെ രാഷ്ട്രീയ പിൻബലം ആവശ്യമാണെന്നൊരു തിരിച്ചറിവിൽ അൻവറിൻ്റെ സ്വതന്ത്ര രൂപത്തിലുള്ള പരിവേഷത്തിലൂന്നിയ രാഷ്ട്രീയ പ്രവേശനം മലപ്പുറം ജില്ലയിലുണ്ടായത്. നിലമ്പൂർ നിയോജക മണ്ഡലത്തിലും പിന്നീടങ്ങോട്ട് മുസ്ലിം ഭൂരിപക്ഷ പ്രദേശങ്ങളായ ആ പാർലമെന്റ് മണ്ഡലത്തിലുമൊക്കെ തിരഞ്ഞെടുപ്പ് ഗോതയിലിറങ്ങി അക്ഷരാർത്ഥത്തിൽ ഏവരെയും ഞെട്ടിക്കുകയായിരുന്നു അൻവർ. സ്വതന്ത്രനായി നിന്ന് ഒരു തെരഞ്ഞെടുപ്പിലും അൻവർ വിജയിച്ചില്ല എങ്കിലും മുസ്ലിം ലീഗിന്റെ തട്ടകങ്ങളിൽ വലിയ ഒരു ഇളക്കമാണ് അൻവർ ഉണ്ടാക്കിയത്. മുസ്ലിം ലീഗിനോട് പരിഭവമുള്ള നിരവധി പേർ മുന്നണി വ്യത്യാസമില്ലാതെ അൻവറിനെ വോട്ട് ചെയ്തതിനാൽ വലിയ വോട്ടുകൾ അൻവർ അവിടെ സമാഹരിച്ചിരുന്നു. മുസ്ലിം ലീഗിന്റെ ശക്തി കേന്ദ്രമായ മലപ്പുറത്ത് ഒരു വിള്ളലുണ്ടാക്കുവാൻ അങ്ങനെ കിണഞ്ഞ് പരിശ്രമിച്ചിരുന്ന CPM-ഉം ഇടതുപക്ഷ മുന്നണിയും പിന്നീട് നടന്ന തിരഞ്ഞെടുപ്പുകളിൽ PV അൻവറിന് അവിടെ പിന്തുണ കൊടുക്കുകയും അൻവർ ഇടതുപക്ഷ സ്വതന്ത്രനായി മത്സരിക്കുകയും ചെയ്തപ്പോഴാണല്ലോ അയാൾ 2 തവണ അവിടെ വിജയിച്ച് MLA ആയി കേരള നിയമസഭയിലേക്ക് എത്തിയത്. അതോടുകൂടി അത്രയും നാൾ മുസ്ലിം ലീഗിന്റെ കൈവശമുണ്ടായിരുന്ന വിവിധ പഞ്ചായത്തുകളും പല വാർഡുകളുമൊക്കെ അവർക്ക് നഷ്ടപ്പെട്ടതിൽ മുസ്ലിം ലീഗിന് വളരെ ആശങ്കപ്പെടേണ്ടിയും വന്നു. ശേഷം LDF-നോടൊപ്പം നിന്ന അൻവറിന്റെ ആ കാലഘട്ടം ഒരു സുവർണ കാലഘട്ടം തന്നെയായിരുന്നു. അനധികൃതമായി കുന്നിടിച്ചും പാറ പൊട്ടിച്ചും നിലമ്പൂർ കാടുകളിൽ നിന്നും ചന്ദനത്തടിയൊക്കെ കടത്തിയും തൻ്റെ ബിസിനസ് ശൃംഖല വളർത്തിയ അൻവർ പരിസ്ഥിതി നിയമം ലംഘിച്ച് നടത്തിയ ആ അനധികൃത റിസോർട്ടുമൊക്കെ തുടർച്ചയായി 10 വർഷത്തെ തുടർഭരണം നടത്തിയിരുന്ന പിണറായി വിജയൻ സർക്കാരിന് ഒരു കീറാമുട്ടിയായി മാറിയതോടുകൂടിയാണ് CPM-ഉം LDF സർക്കാരും PV അൻവറിന് ഒരു നിയന്ത്രണം അവിടെ ഏർപ്പെടുത്തിയത്. തൻ്റെ ഇംഗീതത്തിന് പലപ്പോഴും CPM വിലങ്ങുതടിയായതോടുകൂടി അൻവർ LDF-ലെ മുസ്ലിം നാമധാരികളായിട്ടുള്ള കാരാട്ടിനെയും KT ജലീലിനെയുമൊക്കെ അങ്ങനെ കൂട്ടുപിടിച്ച് നടത്തിയ ചില നീക്കങ്ങൾ അത് CPM-ലും LDF-ലും അൻവർ അനഭിമതനായി മാറിയതോടുകൂടി അൻവറും CPM-ഉം തമ്മിലുള്ള ബന്ധം അവസാനിക്കുകയും നഷ്ടപ്പെട്ടു പോയ മുസ്ലിം വോട്ടുകൾ വീണ്ടും തങ്ങളുടേതാക്കാൻ തക്കം പാർത്തിരുന്ന മുസ്ലിം ലീഗിന്റെ ആ പരിപൂർണ സഹകരണവും പിന്തുണയോടും കൂടി അൻവർ LDF വിട്ടുപുറത്തു പോരുകയായിരുന്നു. പിന്നീടങ്ങോട്ട് മുസ്ലിം ലീഗിന്റെ തിരക്കഥക്കനുസരിച്ച് അഭിനയിക്കുന്ന ഒരു അഭിനേതാവായി മാത്രം മാറി PV അൻവർ. പിണറായി വിജയനെതിരായി യുദ്ധം പ്രഖ്യാപിക്കുകയും ഐക്യജനാധിപത്യ മുന്നണിയിൽ അൻവറിനെ ഉൾപ്പെടുത്തുവാൻ ലീഗിന്റെ നിർദ്ദേശപ്രകാരം തന്നെയായിരുന്നു തമിഴ്നാട് ഭരണമുള്ളതും ഇന്ത്യാ സഖ്യത്തിന്റെ ഭാഗവുമായ DMK-യുമായി അൻവറിനെ അങ്ങനെ സഹകരിപ്പിക്കുവാൻ തീരുമാനിച്ചത്. അതിൻ്റെ ഭാഗമായിരുന്നു നിലമ്പൂർ കേന്ദ്രീകരിച്ച് DMK-യുടെ ഒരു വലിയൊരു സമ്മേളനം അവിടെ വിളിച്ച് അൻവർ പിണറായിക്കെതിരെ യുദ്ധപ്രഖ്യാപനം നടത്തിയത്. എന്നാൽ കുശാഗ്രബുദ്ധിക്കാരനായിട്ടുള്ള പിണറായി വിജയൻ DMK നേതാവും തമിഴ്നാട് മുഖ്യമന്ത്രിയുമായ സ്റ്റാലിനെ അങ്ങനെ സ്വാധീനിച്ച് അൻവറിന് DMK-യും ഉണ്ടായിട്ടുള്ള ഒരു ബന്ധം അവസാനിപ്പിക്കുകയായിരുന്നു. വീണ്ടും പെരുവഴിയിലായ അൻവറിനെ സംരക്ഷിക്കേണ്ട ആ ഉത്തരവാദിത്വം മുസ്ലിം ലീഗിന് തന്നെയാകുകയായിരുന്നു. CPM ബന്ധം വിട്ട് പുറത്തു വന്ന അൻവറിനെ ഉടൻ തന്നെ മുസ്ലിം ലീഗിൽ ഉൾപ്പെടുത്തിയാൽ അവരുടെ ഉള്ളിലുണ്ടായേക്കാവുന്ന എതിർപ്പുകളെ അത് മുന്നിൽ കണ്ടാണ് ലീഗ് പിന്നീട് തൃണമൂൽ കോൺഗ്രസിൽ അൻവറിനെ അങ്ങനെ കയറ്റി നിർത്തി അതുവഴി UDF പ്രവേശനത്തിനായി ശ്രമിച്ചത്. എന്നാൽ UDF-ൽ കോൺഗ്രസ് നേതാവും മുസ്ലിം ലീഗിന് വലിയ താല്പര്യവുമില്ലാത്ത VD സതീശന്റെ കർശന നിലപാടായിരുന്നു അൻവറിന്റെ UDF പ്രവേശനം ഇപ്പോൾ വരെ നടക്കാതിരിക്കുന്നത്. UDF അടുത്ത തിരഞ്ഞെടുപ്പിൽ അധികാരത്തിൽ വന്നാൽ മുഖ്യമന്ത്രി സ്ഥാനം അങ്ങനെ സ്വപ്നം കണ്ടു നടക്കുന്ന സതീശന് ചെക്ക് പറയുവാനാണ് മുസ്ലിം ലീഗ് രമേശ് ചെന്നിത്തലയെ പ്രോത്സാഹിപ്പിക്കുന്നത്.
മുൻപും ലീഗിന്റെ എല്ലാ ഇഷ്ടങ്ങളും അങ്ങനെ അപ്പാടെ വിഴുങ്ങുന്ന ഒരാളുമല്ലല്ലോ വി.ഡി. സതീശൻ. അതിനിടയിലാണ് അൻവർ രാജിവെച്ചൊഴിഞ്ഞ നിലമ്പൂർ നിയോജക മണ്ഡലത്തിൽ ഉടൻ ഉപതെരഞ്ഞെടുപ്പ് നടക്കുമെന്നും അങ്ങനെ വന്നാൽ അവിടെ വിജയിക്കുവാൻ അൻവറിന്റെ സഹായം കൂടിയേ തീരുമെന്ന മുസ്ലിം ലീഗിന്റെയും UDF-ന്റെയൊക്കെ ഒരു വലിയ സമ്മർദ്ദത്തിനൊടുവിലാണ് UDF നേതൃയോഗം കൂടുവാനും അൻവറിന്റെ UDF പ്രവേശനം അവിടെ ചർച്ച ചെയ്യുവാനും തീരുമാനിച്ചത്. എന്നാൽ UDF നേതൃയോഗം കഴിഞ്ഞ ദിവസം കോഴിക്കോട് ചേർന്നുവെങ്കിലും വി.ഡി. സതീശൻ തന്നെ മുൻകൈയെടുത്ത് ഒരു പുതിയ ഫോർമുല അവിടെ ഉണ്ടാക്കുകയായിരുന്നു. അതിലേറ്റവും പ്രധാനം ഇന്ത്യ മുന്നണിയിൽ വലിയ അടുപ്പവുമില്ലാതെ ഇപ്പോൾ നിൽക്കുന്ന അൻവറിന്റെ ആ തൃണമൂൽ കോൺഗ്രസിനെ UDF-ൽ ഉൾപ്പെടുത്തേണ്ടതില്ല എന്നും വേണമെങ്കിൽ അൻവറിനെ മാത്രം UDF-ൽ സഹകരിപ്പിക്കാമെന്നാണ് ഇപ്പോൾ അവർ തീരുമാനിച്ചിട്ടുള്ളത്. യഥാർത്ഥത്തിൽ വി.ഡി. സതീശനും കൂട്ടരും നടത്തിയത് അൻവറിനോടുള്ള ഒരു അവഹേളനം തന്നെയായിരുന്നു. കൂട്ടത്തിൽ മുസ്ലിം ലീഗിനുള്ള ഒരു സ്നേഹപ്രതികാരവും. സത്യത്തിൽ ഇപ്പോൾ കഷ്ടമായത് PV അൻവറും അതിനോടൊപ്പം തന്നെ മുസ്ലിം ലീഗുമാണ്. LDF-ൽ നിന്നും ചാടിച്ചിങ്ങനെ കൊണ്ടുവന്ന അൻവറിനെ ഇപ്പോൾ തള്ളാനും പറ്റില്ല, കൊള്ളാനും പറ്റാത്തൊരവസ്ഥയാണ്. ഏതായാലും അൻവറിനെ ഇരുട്ടത്ത് നിർത്തുവാൻ മുസ്ലിം ലീഗ് ഇപ്പോൾ തയ്യാറല്ല. അൻവർ എതിർചേരിയിൽ നിന്നാൽ അതിൻ്റെയൊക്കെ കെടുതികൾ ഏറ്റവും കൂടുതൽ അനുഭവിക്കുക അത് ഇവർ തന്നെയാണ്. അത് ലീഗിന് നന്നായിട്ട് അറിയുകയും ചെയ്യാം. അതുകൊണ്ട് തന്നെ അൻവർ CPM വിട്ട് പുറത്തു വന്നിട്ട് ഇപ്പോൾ നാളുകൾ ഇത്രയായതിനാലും അൻവറിനോട് മുസ്ലിം ലീഗിലെ ചില ആളുകൾക്ക് നേരത്തെ ഉണ്ടായിരുന്ന നീരസത്തിന് അല്പമൊക്കെ ശമനം വന്നതിനാലും രണ്ടും കൽപ്പിച്ച് PV അൻവറിനെ മുസ്ലിം ലീഗിൽ ഉൾപ്പെടുത്തുവാൻ തന്നെയാണ് കുഞ്ഞാലിക്കുട്ടിയുടെയും കൂട്ടരുടെയൊക്കെ തീരുമാനം. അൻവറിന്റെ UDF പ്രവേശനം വേണ്ട രീതിയിലായില്ല എങ്കിൽ അദ്ദേഹത്തിന്റെ ലീഗ് പ്രവേശനം ഉടൻ തന്നെ ഇപ്പോൾ പ്രാവർത്തികമാവുകയും ചെയ്യും.